നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലതരം തട്ടിപ്പുകളുമായിട്ട് ഇപ്പോൾ ചില ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഇന്ത്യക്ക് പുറത്തായാലും ഒക്കെ അതുപോലുള്ള ചില ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ പറയാൻ വന്നിരിക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ഞാൻ ഒരു ന്യൂസ് കണ്ടതാണ്. കോഴിക്കോട് ഉള്ളിയേരി സ്വദേശിക്ക് 3.5 ലക്ഷം രൂപ നഷ്ടമായി. എന്താണെന്നുള്ളത് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു, SBIയുടെ ഒരു മെസ്സേജ്. അത് ഞെക്കിയപ്പോൾ SBIൻ്റെ ബാങ്കിൽ നിന്നാന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒരു APK എന്ന് പറഞ്ഞ ഒരു ലിങ്ക് വന്നു. ഈ APK എന്ന് പറഞ്ഞ ലിങ്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം, അപ്പോൾ ഇയാളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കാർഡ് ഓവർ ആണ്, അതായത് ഓവർ പൈസ അടയ്ക്കേണ്ട ഡേറ്റ് ആയി. അപ്പോൾ അത് ഞാനൊരു ലിങ്ക് തരാം, ആ ലിങ്ക് ഞെക്കിക്കഴിഞ്ഞാൽ അത് ശരിയാകത്തുള്ളൂ. SBIൻ്റെ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സാർ എത്രയും വേഗം അത് ചെയ്തു കഴിഞ്ഞാൽ സാറിൻ്റെ ആ പ്രോബ്ലം മാറുമെന്നും പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ വിളിക്കുന്നത്. പാവം വിനോദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കോഴിക്കോട് ഉള്ളിയേരി സ്വദേശിയാണ്. ഈ പാവം നേര് കരുതി കേട്ടോ, സത്യമാണെന്ന് കരുതി ഈ പാവം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ആ APK എന്ന് പറഞ്ഞ ഒരു ലിങ്ക് അയച്ചു തന്നപ്പോൾ ആ ലിങ്ക് ഞെക്കി തുറന്ന് 15,000 20,000 മുതൽ ഇങ്ങനെ പല രീതിയിലുള്ള സംഖ്യകൾ അക്കൗണ്ടിൽ നിന്ന് പോവാം. അതായത് ഒരു 14 തവണ ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി. മൊത്തം 3.5 ലക്ഷം രൂപ പോയി എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അയാൾ ആ വീഡിയോ പറയുന്നത്, മാധ്യമപ്രവർത്തകരോട് വീഡിയോ സംസാരിക്കുന്നത് കാണിക്കാം. ഓക്കെ. OTP ചോദിക്കും. OTP പറഞ്ഞു നൽകിയാൽ പണം നഷ്ടമാകും. ഇന്ന് അതിൻ്റെയൊന്നും ആവശ്യമില്ല. യാത്രക്കിടെയാണ് വിനോദിന്റെ വാട്സപ്പിൽ മെസ്സേജ് ലഭിക്കുന്നത്. ഫോൺ തുറന്നു നോക്കിയപ്പോൾ SBIയിൽ നിന്നുമുള്ള സന്ദേശം. തുടർന്ന് വാട്സപ്പ് വഴി ഫോൺ കോളും എത്തി. മലയാളത്തിലായിരുന്നു സംസാരം. SBIൻ്റെ എംബ്ലമുള്ള ഒരു ആളാണ് എന്നെ വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ക്രെഡിറ്റ് കാർഡിൽ ഓവർ ഡ്യൂ ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് സിബിൽ സ്കോർ കുറഞ്ഞിട്ടുണ്ട് സാർ. അപ്പോൾ ആ സിബിൽ സ്കോർ ബെറ്റർ ആക്കണമെങ്കിൽ സാർ ഇപ്പോൾ ഡ്യൂ ഉള്ള എമൗണ്ട് അടയ്ക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു 15,000 രൂപ ഉണ്ട്, ഞാനത് അടച്ചു കൊടുത്തതിന് പൈസ കിട്ടി, ഞങ്ങൾ സിബിൽ സ്കോർ ഞാനൊന്ന് ബെറ്റർ ആക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സിബിൽ സ്കോർ അവരെന്നെ 773 ആക്കിയിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നത്, സ്ക്രീൻഷോട്ട് അയച്ചിരുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ അങ്ങനെ വിശ്വസിച്ച് പോയി. വാട്സപ്പ് വഴി ലഭിച്ച APK ഫയൽ വിനോദ് തുറന്നു. ദിവസങ്ങൾക്കുള്ളിൽ 14 തവണകളായി ക്രെഡിറ്റ് കാർഡ് വഴി തട്ടിപ്പ് സംഘം പിൻവലിച്ചത് 3.5 ലക്ഷം രൂപ. OTP പോലും ആവശ്യപ്പെടാതെ പണം പിൻവലിക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നതാണ് വിനോദിനെ ആശ്ചര്യപ്പെടുത്തുന്നത്. ഒരു APK എന്നാണ് ഫയൽ അയച്ചു തന്നു, അത് നിങ്ങൾ തുറക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ക്യാഷ് ക്ലിക്ക് പേ എന്ന് പറഞ്ഞിട്ട് 25,000 30,000 29,000 ഒക്കെ ഇങ്ങനെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ക്ലിക്ക് പേ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു OTP വരും. അപ്പോൾ സ്വാഭാവികം ഞാൻ OTP ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. 10 മിനിറ്റ് സമയം OTP സമയമുള്ളത്, ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. APK ഫയൽ ഉപയോഗിച്ച് ഫോൺ ഹാക്ക് ചെയ്താണ് സംഘം ബാങ്ക് വിവരങ്ങൾ ചോർത്തുന്നത്. ഇതിന് OTP ആവശ്യമില്ല. തട്ടിപ്പ് സംഘം സൂറത്ത്, നോയിഡ തുടങ്ങിയിടങ്ങൾ കണ്ടില്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതുപോലുള്ള തട്ടിപ്പുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് തട്ടിപ്പുകാർ. അപ്പോൾ ഇതിൻ്റെ ഉറവിടം എവിടെയെന്ന് വെച്ചാൽ ഫ്രാൻസോ ന്യൂസിലൻഡൊക്കെയാണ്. ആ സ്ഥലത്തിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട് അതിൽ. അപ്പോൾ അവിടെ നിന്നാണ് ഇവർ വിദഗ്ധമായിട്ട് ഈ തട്ടിപ്പ് പൈസ ഇവർ തട്ടിയെടുത്തത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രൈംബ്രാഞ്ച് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞു, ഇവരെ കണ്ടുപിടിക്കലും ഇവരെ അറസ്റ്റ് ചെയ്യലും ഒന്നും എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ പൈസ പോകാതിരിക്കാനുള്ള വഴിയെ നമ്മൾ നോക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പോൾ ഈ ഇദ്ദേഹത്തിന് അങ്ങനെ പറ്റിപ്പോയി. ഇനിയിപ്പോൾ ആരോട് പറയാ വിഷമം. കാരണം 1-2 രൂപയല്ല, 3.5 ലക്ഷം രൂപയാണ് പോയത്. മനസ്സിലായില്ലേ. ഇങ്ങനെ കുറേ നാറികൾ ഇറങ്ങുന്നുണ്ട് ഈ പൈസ തട്ടാനായിട്ട്. മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. മൊബൈലിൽ SBIൻ്റെ എന്തെങ്കിലും, SBIയുടെ ബാങ്കിൻ്റെയോ അല്ലെ ഏതെങ്കിലും ബാങ്ക്, നിങ്ങളുടെ ഏത് ബാങ്കിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ പൈസ പോകും. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഒരു തട്ടിപ്പാണെന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുക. അതിലൊരു കാര്യം നടക്കത്തില്ല. കാരണം എന്താണെന്നറിയോ, ഇത്രയും കാലം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് 3.5 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലും കൂടുതൽ ചിലപ്പോൾ അയാൾക്കുണ്ടാകും. പക്ഷേ 3.5 ലക്ഷം രൂപ അയാളുടെ അടുത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? ആ പാവത്തിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ എന്നാലും അയച്ചു വയ്ക്കാം. നമുക്ക് നിസ്സാര ഒരു 500 രൂപ തന്നെ കയ്യിൽ നിന്ന് ചാടിപ്പോവോ, അതിൻ്റെ പോക്കറ്റിന് പേഴ്സ് ചാടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വിഷമം നമ്മൾ ആലോചിക്കുക എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ കാര്യം. അത് എന്തൊരു ജോലിക്കാരനാണെന്ന് തോന്നുന്നു.
അപ്പോൾ കാറിൽ നിന്ന് ഇങ്ങനെ മെസ്സേജ് വന്ന വഴിക്ക് ഒരു കൈയായിട്ട് കാറ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കൈയായിട്ട് ഇത് എന്താണെന്ന് അറിയാനായിട്ട് എടുത്തു നോക്കിയപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഓവർ ഡി ആയതാണ്, അപ്പം നിങ്ങളത് പിന്നെ അതല്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ അപ്പോൾ എന്താ അറിയാം, ഓവർ ഡി എന്ന് പറഞ്ഞിട്ട് 3.5 ലക്ഷം രൂപ ഈ ഒരു നാമത്തിൽ കൂടി ഈ തട്ടിപ്പ് വീരന്മാരെടുത്ത്. പണ്ടൊക്കെ OTP എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട്, OTP നമ്പർ. ആ OTP നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുള്ളൂ. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ സെക്കൻഡുകൾക്ക് അകം കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ടാവും. മനസ്സിലായല്ലോ? ശരിയെന്ന് നിർത്തുന്നു.